കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർത്തുല്ലസിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ്, കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള AC ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. കോൺടാക്ട് 08069247571. കുമ്പളങ്ങാട് 5ാം ഡിവിഷൻ അക്ഷയശ്രീ കുടുംബ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 70 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. അക്ഷയശ്രീ കുടുംബ യൂണിറ്റിന്റെ സെക്രട്ടറി ശശികല S. നായരുടെ വസതിയിൽ നടന്ന ക്യാമ്പ് ഡിവിഷൻ കൗൺസിലർ കവിത കൃഷ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഇൻഷുറൻസിന്റെ ക്യാമ്പാണ് ഇവിടെ നടത്തുന്നത്. ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് അക്ഷയ വരെ പോകാനുള്ള അസൗകര്യം കൊണ്ടും പിന്നെ ആൾക്കാരെ അധികം ബുദ്ധിമുട്ടില്ലാതെ വീട്ടിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നിവിടെ ക്യാമ്പ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് സേവനം ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ഈ അക്ഷയശ്രീ കൊണ്ടുള്ള ഒരു ഉദ്ദേശം. ഞങ്ങളിത് രൂപീകരിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ ഇവിടെ കൂടുതൽ അക്ഷയശ്രീ രൂപീകരിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അക്ഷയശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ രാജീവ് C. നേതൃത്വം നൽകി. പ്രസിഡന്റ് പ്രമിത, ട്രഷറർ സിനി രാജൻ, വനജ, അശ്വതി, ശ്രീജ, ചാന്ദിനി, ഗീത, സുഷിത, സ്മിത, ധന്യ, അജി, മായ, കൃഷ്ണേന്ദു, നീന, ഡയാന, സുഷിത K, പ്രമീള തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്ത് നിരവധി പേർ ആയുഷ്മാൻ ഭാരത് രജിസ്ട്രേഷൻ നടത്തി. പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയിൽ എല്ലാവരെയും പങ്കാളികളാക്കുകയാണ് ലക്ഷ്യമെന്ന് BJP വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് E. കൃഷ്ണനുണ്ണി പറഞ്ഞു. കാരണം പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല നിലയ്ക്ക് സമൂഹത്തിൽ ആരോഗ്യവാന്മാരെ ഇരിക്കുക എന്നുള്ള പ്രധാനമന്ത്രിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ വലിയൊരു പദ്ധതിയാണത്. ആ പദ്ധതി പ്രകാരം ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇതുപോലെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. എന്തായാലും പ്രായമായിട്ടുള്ള ആളുകൾക്ക് വലിയൊരു ആശ്വാസമാണത്. ഇപ്പോൾ നമ്മളെ ഈ നാട്ടിൽ മാത്രമല്ല എല്ലാ ആളുകൾക്കും. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ വലിയൊരു ചിലവുള്ള സംഭവമാണ്. ചെറിയൊരു അസുഖങ്ങൾക്ക് പോലും വലിയ ചിലവ് വരുന്ന സംഭവമാണ്. ഇപ്പോൾ 5 ലക്ഷമാണ്. 5 ലക്ഷത്തിൻ്റെ ഒരു വലിയ പദ്ധതി ആ ഒരു ആൾക്കുണ്ടെങ്കിൽ ആ വീടുകളിലെ എല്ലാ അംഗങ്ങൾക്ക് കിട്ടാവുന്ന തരത്തിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വലിയ സമൂഹത്തിൽ ഇന്ന് വലിയ വിഷമങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു വലിയ ബൃഹത്തായ പദ്ധതിയാണ്. ഇതിപ്പോൾ ആദ്യത്തെ ക്യാമ്പാണ് ഞങ്ങൾ ഈ 5ാം ഡിവിഷനിൽ വെക്കുന്നത്. ഇനി ഇതുപോലെ മറ്റു സ്ഥലങ്ങളിലും ക്യാമ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രായമുള്ള ആളുകൾക്ക് അവരെ കൂടി നമ്മുടെ ഈ ആരോഗ്യ മേഖലയിൽ ആരോഗ്യരംഗത്ത് വളരെ മനസമാധാനത്തോടു കൂടിയിട്ട് സന്തോഷത്തോടു കൂടി ആരോഗ്യം അവരിയ്ക്കുക എന്നുള്ള വലിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണത്. ഏതായാലും പ്രധാനമന്ത്രിക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MA പരമേശ്വരൻ ചടങ്ങിൽ സംബന്ധിച്ചു. VCB ന്യൂസ്, കുമ്പളങ്ങാട്.